ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശങ്കരനാരായണൻ ജോലിക്ക് പോകാനായി സ്റ്റെയർ ഇറങ്ങി വരുമ്പോൾ നെഞ്ചുവേദന വരികയാണേ. ഈ കാഴ്ച കണ്ടുകൊണ്ടായിരിക്കും പത്മം വരുന്നതും. അയ്യോ ശങ്കരേട്ടാ എന്ന് പറഞ്ഞ് ഓടി വന്ന് പിടിച്ചു താങ്ങുകയാണേ. ശേഷം ദീപ്തിനെയും ശ്രീകാന്തിനെയൊക്കെ വിളിക്കും. അങ്ങനെ അപ്പോഴേക്കും മുത്തശ്ശിയും വരും. ഈ കാഴ്ച കാണുന്ന മുത്തശ്ശിയും ഞെട്ടാണ്. എല്ലാവരും കൂടെ അച്ഛാന്ന് വിളിച്ച് ഓടി വരിക. ഹോസ്പിറ്റലിൽ പോകാൻ വിളിക്കുന്നുണ്ടെങ്കിലും ശങ്കരനാരായണൻ പറയും വേണ്ട, അത് ഗ്യാസിന്റെ ആയിരിക്കും, ഈ സൈഡിലൊരു ഭാരം പോലെ. ശ്രീകാന്ത് പറയും വാച്ചാ എഴുന്നേൽക്ക് പോകാം. അപ്പോഴും ശങ്കരനാരായണൻ വേണ്ടെന്ന് പറയുമ്പോ മുത്തശ്ശി പറയും ഒന്നും പറയണ്ട, ഒന്ന് ഹോസ്പിറ്റലിൽ വരെ പോയിട്ട് വാ. ദീപ്തി കരഞ്ഞോണ്ടായിരിക്കുന്നത്. ഒരു ഗ്ലാസ് വെള്ളവും കൊണ്ടുവന്നിട്ടുണ്ട്. ശ്രീകാന്ത് പറയും എങ്ങനെ വരാണ്ടിരിക്കും അമ്മേ, അത്രമാത്രം സ്ട്രെസ് അല്ലേ അവൾ അച്ഛന് കൊടുത്തോണ്ടിരിക്കുന്നത്. അച്ഛൻ ആദ്യം അവളെ കുറിച്ചുള്ള ആലോചന നിർത്തേ, എങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല. അച്ഛൻ പറയും അവളെ കുറിച്ച് മാത്രമല്ല ശ്രീകാന്ത് എനിക്ക് ടെൻഷൻ. ദുരഭിമാനം തലയ്ക്ക് പിടിച്ച് നിങ്ങളൊക്കെ കൂടെ അവളുടെ ജീവിതം എന്താക്കി മാറ്റും, അത് പറ. ഇത് കേൾക്കുമ്പോ മുത്തശ്ശിയും അമ്മയും പരസ്പരം നോക്കണേ. പത്മൻ ചോദിക്കും എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്. മുത്തശ്ശിയും ചോദിക്കും എന്താ ഇപ്പൊ ഉണ്ടായത് പ്രത്യേകിച്ച്. ശങ്കരനാരായണൻ പറയും ഒന്നുമില്ലമ്മേ, വെറുതെ നിങ്ങൾ കൂടെ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ബാഗ് എടുത്ത് പോകാൻ തുടങ്ങുമ്പോ മുത്തശ്ശി പറയും ഇന്ന് നീ കോടതി പോകാൻ നിൽക്കണ്ട പത്മം, റെഡി ആയിക്കോ, ഞാനും വരാം, ബാക്കിയൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ട്. ശങ്കരൻ വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശി നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്. നിന്റെ മനസ്സിനെ വിഷമിപ്പിച്ചത് എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ ശരീരം വെച്ചൊരു പരീക്ഷണത്തിന് വേണ്ട. ശ്രീകാന്തേ നീയും വാ, പോയി റെഡിയാവ് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അവിടുന്ന് പോവാ. ശ്രീകാന്തും ദീപ്തിയെ അച്ഛന്റെ മുന്നിൽ കെട്ടിപ്പിടിച്ചിങ്ങനെ കരയാണേ. ഒന്നുമില്ല മോളെ, ചിരിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിരിക്കുമ്പോഴും ദീപ്തി ഇങ്ങനെ കരയാണ് ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് രമ്യ വിക്രത്തിന്റെ വീടിന്റെ മുന്നില് സ്കൂട്ടി നിർത്തിയിട്ടിരിക്കുക. എന്താ സംഭവം എന്ന് കരുതി ശ്രീചേട്ടത്തി വരുന്നുണ്ട്, എവിടെയോ പോയി വരികയാണ്. എന്താ എന്ന് നോക്കുമ്പോ രമ്യ പറയും രാവിലെ മാർക്കറ്റിൽ പോയി വരുന്നവരെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല, ഇവിടെ എത്തിയപ്പോതാ പെട്ടെന്ന് ഓഫായി പോയി, സമയം പോകുന്നു, ഓട്ടോ വിളിക്കണോ. ശ്രീചേട്ടത്തി പറയും ഞാനിപ്പോ വരാം, ശരിയാവുന്ന നോക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ശ്രീചേട്ടത്തി വീട്ടിലേക്ക് കയറുമ്പോ അവിടെ നന്ദിനി എന്തോ പണി ചെയ്തോണ്ടിരിക്കുകയാണ്. വിക്രം പോയെന്ന് നോക്കുമ്പോ ദാ വരുന്നു. അങ്ങനെ വിക്രമിന്റെ അടുത്ത് പോയി ശ്രീചേട്ടത്തി കാര്യം പറയും. ആ രമ്യയുടെ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല, കുറെ നേരമായിട്ട് അവിടെ നിൽക്കാ, പാവം, നീന്ന് ചെന്ന് നോക്ക് എന്ന് പറയുമ്പോ വിക്രം പോവും, കൂടെ ശ്രീജയും പോവും, അതുപോലെ നന്ദിനിയും നോക്കി നിന്ന് പോവാ. അങ്ങനെ വിക്രം പുറത്തു വന്നിട്ട് വയ്ക്കും എന്ത് പറ്റി. രമ്യ പറയും ചെറിയൊരു മിസ്സിങ്. അങ്ങനെ വിക്രം വണ്ടിയിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അത് റെഡി ആവുന്നില്ല. നന്ദിനി ഒന്ന് കാര്യം ചോദിക്കുമ്പോ ശ്രീജ കാര്യം പറയും. അങ്ങനെ വിക്രം ഇറങ്ങിയിട്ടൊക്കെ വണ്ടി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. പിന്നെ കുറച്ച് കഴിയുമ്പോ അങ്ങനെ സ്റ്റാർട്ട് ആവും. അപ്പൊ എല്ലാവർക്കും സന്തോഷാവും. അങ്ങനെ രമ്യ തന്നെ വണ്ടിയിൽ കയറിയിരിക്കുമ്പോ വിക്രം പറയും ബാറ്ററി വീക്കാണ്, അങ്ങനെ വർക്ക്ഷോപ്പിൽ കാണിച്ചാൽ റെഡിയാകും. വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ടോ. വിക്രം പറയും ആ പോകുന്ന വഴിക്കാണ്. അങ്ങനെ രമ്യ ഒരു ഹാൻഡ് ഷേക്ക് കൊടുക്കുമ്പോ വിക്രം അത് വാങ്ങിക്കാതെ പോകും ചിരിച്ചുകൊണ്ട്. ഭയങ്കര ഡീസന്റ് പാർട്ടിയാണല്ലോ. നന്ദിനി പറയും ഈ വീട്ടിലെ എല്ലാവരും അങ്ങനെ തന്നെയാ. അങ്ങനെ താങ്ക്സ് പറഞ്ഞ് രമ്യ അവിടുന്ന് സ്കൂട്ടി എടുത്ത് പോകും. രമ്യ പോയി കഴിഞ്ഞാല് നന്ദിനി പറയും ശ്രീചേട്ടത്തി അന്ന് അച്ഛമ്മ പറഞ്ഞില്ലേ രമ്യയുടെ ഒരു സാധനം ശരിയല്ലെന്ന്, സമുദ്രോ സാഗരോ അങ്ങനെന്തോ. അപ്പോ ശ്രീചേട്ടത്തി പറയും സാമുദ്രിയും. ആ അത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ശ്രീചേട്ടത്തി പറയും ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, ആ കുട്ടി പാവാ എന്ന് പറഞ്ഞ് ശ്രീചേട്ടത്തി അവിടെ പോകും. നന്ദിനി വിചാരിക്കും എങ്കിൽ പിന്നെ വിക്രത്തിന്റെ സാമുദ്രികത്തിനായിരിക്കോ കുഴപ്പം, എങ്കിൽ കാര്യങ്ങൾ എളുപ്പമായി. നാളെ ഇതുവരെ എന്ത് കുഴപ്പമുണ്ടെങ്കിലും ആ കുലസിക മാത്രമേ ഇവിടെ ഇല്ലാണ്ടിരുന്നിട്ടുള്ളൂ. ഈശ്വര, ഈ കുടുംബത്തിലെ വിക്രത്തിന്റെയും വേദയുടെയും ജീവിതം ഒരു അവിഹിത പരമ്പരയാക്കി മാറ്റിത്തരാൻ നീ സഹായിക്കണേ എന്ന് പറഞ്ഞ് നന്ദിനി അവിടുന്ന് പോവാ. ശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീനിസാറിന്റെ വീട്ടിലാണ്. അവിടെ കുറെ ആൾക്കാരുണ്ട്. സുധ എല്ലാവർക്കും ജ്യൂസ് കൊണ്ടുവന്ന് കൊടുക്കണേ. അപ്പോഴായിരിക്കും വിക്രം അങ്ങോട്ട് വരുന്നത്. അങ്ങനെ വിക്രത്തോട് ഇരിക്കാൻ പറയുമ്പോ വിക്രം വേണ്ട സാർ എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ട് നിൽക്കും. അപ്പോ ശ്രീനാഥ് സാർ പറയും ട്രേഡ് യൂണിയന്റെ പ്രത്യേക ഇൻചാർജുള്ള നീയെ ഇനി എന്റെ മുന്നിൽ ഇരിക്കാതിരിക്കേ, ഇരിക്കു സഖാവേ. വിക്രം സഖാവ് ഇരുന്നാട്ടെ. വിക്രം ഒന്നും പറയാണ്ടിങ്ങനെ നിക്കണേ. സുധ പറയും അവിടെ പോയി വന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ വിക്രം നിന്റെ സമയം തെളിയാൻ പോവാന്ന്, എങ്കിലേ നിന്റെ മീറ്റിംഗ് ഒക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞ് സുധ മാം അവിടുന്ന് പോകും. അങ്ങനെ വിക്രം അവിടെ ഇരിക്കുമ്പോ സാറേ ആ ജ്യൂസ് കൊടുക്കും. സാർ എനിക്കൊന്നും മനസ്സിലായില്ല. സാർ പറയും ഇതിലിപ്പം പ്രത്യേകിച്ചൊന്നും മനസ്സിലാക്കാനില്ല, എല്ലാം നമ്മൾ ആദ്യമേ പറഞ്ഞ തന്നെ ജില്ലാ കമ്മിറ്റി അനുകൂല തീരുമാനം അറിയിച്ചത് ഇന്നാണെന്ന് മാത്രം. നിന്റെ അളിയൻ ശ്രീകാന്തിന്റെ ട്രേഡേഴ്സിൽ അടുത്ത ആഴ്ച തന്നെ ഒരു യൂണിറ്റ് രൂപീകരിക്കും. പ്രാഥമിക പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതിനിധി നീയായിരിക്കും. ഇത് കേൾക്കുമ്പോ തന്നെ വിക്രം ഞെട്ടിപ്പോവും. ഞാനോ. സാർ അതെ, അതുകൊണ്ട് ആദ്യത്തെ മീറ്റിംഗില് നീ പങ്കെടുത്ത് സംസാരിക്കുകയും വേണം. അല്ല സാർ അത് ഒന്നും പറയണ്ട, അത് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു വിക്രം. ഇത് കേൾക്കുമ്പോ എല്ലാവരും കൈയടിക്കാൻ തുടങ്ങും. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തും അമ്മാച്ചനും കൂടെ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുക. അപ്പോ അച്ഛനിപ്പോ എങ്ങനെയുണ്ട് എന്ന് നോക്കിയപ്പോ ശ്രീകാന്ത് പറയും ചെറിയ പാനിക് അറ്റാക്ക് ആയിരുന്നു, ഒരാഴ്ച റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്.
കോടതിയില് ലീവ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോ നീ എന്താ എന്നെ വിളിക്കാഞ്ഞത്? അച്ഛൻ പറഞ്ഞതാ ആരെയും വിളിക്കേണ്ടെന്ന്. സ്ട്രിക്റ്റ് ഓർഡർ ആയിരുന്നോ? മാത്രമല്ല വിക്രത്തിന്റെ അപകടത്തില് നമ്മളെ കുറിച്ച് അച്ഛന് നല്ല സംശയമുണ്ട്. ശങ്കരേട്ടൻ ചോദിച്ചോ? ചോദിച്ചു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? എന്തു പറയാൻ, ഒന്നും വിട്ടു പറയാതെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് നിന്നു. എന്നെ കുറിച്ച് വല്ലതും ചോദിച്ചോ? ഇല്ല, പേടിക്കണ്ട, ഒറ്റിയിട്ടില്ല ഞാൻ. അത് കേൾക്കുമ്പോ ചന്ദ്രശേഖരൻ അങ്ങ് ചിരിക്കും. ശങ്കരേട്ടൻ മുഖത്ത് നോക്കി ചോദിച്ചാ ഇപ്പോഴൊരു ടെൻഷനാ എന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോ ഒരു ഫോൺ കോൾ വരിക. പുളിക്കലാണല്ലോ. ആരാ അത്? അപ്പൊ ശ്രീകാന്ത് പറയും, അങ്ങോട്ട് മാത്രല്ലല്ലോ, അവൻ തിരിച്ചു പണിയുന്ന സാധ്യതയുള്ളതുകൊണ്ട് എന്തൊക്കെയാ അവന്റെ പദ്ധതി എന്നറിയാൻ അവന്റെ പാളയത്തിലും ഒരു ചാരനുണ്ടേ. എന്താ സഖ പുളിക്കൽ, എന്തെങ്കിലും വിശേഷമുണ്ടോ? അപ്പൊ പുളിക്കൽ പറയും, സംഭവം സാറിനെ ആട്ടപ്പടലം പൂട്ടിക്കാനുള്ള പണിയാ. എന്താ പരിപാടി? ഫിസിക്കൽ അറ്റാക്ക് ആണോ? പുളിക്കൽ പറയും, ഇതങ്ങനെയൊന്നുമല്ല. പിന്നെ എന്ന് നോക്കുമ്പോ എന്തൊക്കെയാണ് അവരുടെ പദ്ധതി എന്നുള്ളത് പുളിക്കലെ നല്ല വ്യക്തമായി വിശദീകരിച്ചു കൊടുക്കുക. ഇത് കേൾക്കുന്ന ശ്രീകാന്തും അതുപോലെ ചന്ദ്രശേഖരനും ഞെട്ടിപ്പോവും. ശരിയെന്ന് ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് ശ്രീ കോള് കട്ട് ചെയ്യാണ്. വണ്ടി നിർത്തി അവരെ സംസാരിക്കുക. അപ്പൊ രാഷ്ട്രീയമായിട്ടാണ് അവരുടെ പദ്ധതി അല്ലേ? യൂണിയന്റെ ഇൻചാർജ് അവന് കിട്ടിയാൽ അവൻ ശരിക്കും പിടിമുറുക്കും. നമ്മുടെ കമ്പനി പൂട്ടിക്കാനുള്ള എല്ലാ പണിയും അവനെടുക്കും. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ചന്ദ്രശേഖരൻ പറയും, ഒന്നും ചെയ്യാനില്ല, നമ്മൾ പ്ലാൻ ചെയ്ത പദ്ധതി ഒരല്പം നേരത്തെ ആക്കണം. ഇമേജ് നഷ്ടപ്പെട്ടവന് എന്ത് രാഷ്ട്രീയം, എന്ത് പൊളിറ്റിക്കൽ ഗ്രോത്ത്, നീ വണ്ടി എടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടുന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വൈകുന്നേരം വേദ വിളക്ക് വെക്കാനുള്ള തയ്യാറെടുപ്പിലാ. നന്ദിനി ഇങ്ങനെ ഒന്ന് നോക്കി പോകും. വേദ ചിരിക്കുന്നുണ്ടെങ്കിലും നന്ദിനി ചിരിക്കാണ്ട് അങ്ങ് പോവാണ്. അങ്ങനെ വേദ വിളക്കൊക്കെ കത്തിച്ച് ദീപം എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരിക. സ്റ്റെപ്പ് ഇറങ്ങുന്ന വഴി അവിടെ ഉണ്ടായിരുന്ന ആ ചവിട്ടിയിൽ ചവിട്ടി കാലങ്ങ് തെന്നിപ്പോകും. അതില് കയ്യിലുള്ള വിളക്ക് സ്ലിപ്പായി താഴെ വീഴാണ്. വേദ അങ്ങ് ഭയന്നു പോകും. ഇതേ കാഴ്ച കണ്ട് നന്ദിനിയും പേടിച്ചു പോവാ. എന്റെ ദൈവമേ എന്ന് കൂക്കി വിളിച്ചുകൊണ്ട് ഓടി വരിക. ശബ്ദം കേട്ട് അമ്മയും ശ്രീജയും വരും. എന്താ കാര്യം? എന്റെ ദൈവമേ, ത്രിസന്ധിക്ക് എന്താ ഈ കാണുന്നത്? വീട് നശിക്കാൻ ഇതിലും വലിയ കാരണം ഇനി വേണ്ടല്ലോ. കമലം പറയും, നന്ദിനി മതി നിർത്ത്, അധികം ഡ്രാമയൊന്നും വേണ്ട. നന്ദിനി പറയും, അത് അമ്മയുടെ പ്രിയപ്പെട്ട മരുമകളുടെ കയ്യിൽ നിന്ന് വീണതുകൊണ്ടായിരിക്കും. ഇതൊക്കെ എന്റെ കയ്യിൽ നിന്നാണ് വീണിരുന്നെങ്കിൽ എന്താവായിരുന്നു വഴക്ക്? അമ്മ പറയും, ഒരു അബദ്ധം പറ്റിയാൽ ഈ വീട്ടിൽ ആരും ആരെയും പഴിചാരാറില്ല. നന്ദിനി വെറുതെ വർത്തമാനം പറയില്ലമ്മേ, അമ്മ ഒരുപക്ഷെ മിണ്ടില്ലായിരിക്കാം. അത് അച്ഛമ്മയാണെങ്കിലോ ഇന്നാളൊരു ദിവസം വിളക്കിന്റെ 3 ഭാഗങ്ങൾ അറിയില്ലെന്ന് പറഞ്ഞ് എന്നെ എന്തുമാത്രം പരിഹസിച്ചു എന്നറിയാമോ? തല നടു മൂടുന്നല്ലാതെ അതെല്ലാം ഓരോ ദൈവങ്ങളുടെ പ്രതീകമാണെന്ന് ഈ ലോകത്ത് എത്ര പേർക്കറിയാം? ഇവളാണെങ്കിൽ പിന്നെ ആ വക കാര്യങ്ങൾ സഞ്ചരിക്കുന്ന ഒരു ഇന്റർനെറ്റ് ആണല്ലോ. അപ്പൊ ഈ സംഭവിച്ചതിനും എന്താണ് അർത്ഥം എന്ന് വേദ പറയട്ടെ. അമ്മ പറയും, എന്തു പറയാൻ? ശ്രീജയ നീ ഒരു തുണി എടുക്കേ, ഞാനിത് തുടക്കട്ടെ. ശ്രീചേർത്തി പറയും, വേണ്ടമ്മേ ഞാൻ തുടച്ചോളാം. നന്ദിനി പറയും, തുടക്കുന്നതൊക്കെ വേണമെങ്കിൽ ഞാനും ആകാം, പക്ഷെ ഇവൾ ആദ്യം കാര്യം പറയണം. ശ്രീജ ചോദിക്കും, എന്ത് പറയണം നന്ദിനി? ത്രിസന്ധ്യക്ക് കത്തിച്ചു വെച്ചിരിക്കുന്ന ഇലകൾക്ക് താഴെ വീണ എന്താണ് സംഭവിക്കാന്ന്? അങ്ങനെ സംഭവിച്ചുകൊണ്ട് എന്താ ദോഷമൊന്നും ഇവള് പറയട്ടെ. അമ്മ പറയും, എന്ത് ദോഷം? അത് തുടച്ചു കഴിഞ്ഞ് വേറെ കത്തിക്കണം, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? അത്രേ ഉള്ളോ? ഇവളല്ലേ ഇവിടുത്തെ ആത്മീയ കാര്യത്തിന്റെ മുട്ട വ്യാപാരി, ഇവള് പറയട്ടെ. അമ്മ പറയും, കരിന്തിരി കത്തിയ കടം കൂടുന്ന് പറയും, അല്ലാതെ അബദ്ധത്തിൽ താഴെ വീണ ഒന്നും സംഭവിക്കില്ല. അപ്പൊ വേദ പറയും, അല്ലമ്മേ കുറച്ച് ദോഷങ്ങളുണ്ട്. അത് കേൾക്കുമ്പോ അമ്മയും ശ്രീജയും പരസ്പരം നോക്കും. നന്ദിനി പറയും, പറ വേദേ, ഇന്നത്തെ ദിവസം കൊണ്ട് ഈ വീടിനുണ്ടായ ദോഷം എന്താണെന്ന് നീ പറ. തിരിയടക്കം താഴെ വീഴുമ്പോ ആ തീ വീഴുന്നത് എവിടെയെങ്കിലും കത്തിപ്പടർന്നാൽ അത് വീടിന് വലിയ ദോഷമാണ്. പിന്നെ എണ്ണ പടർന്നു വീണ് നന്ദിനിയെടുത്ത് എങ്ങനെ നടന്നു പോകുമ്പോ തെന്നി വീണ് തലയിടിച്ച് പൊട്ടിത്തെറിച്ച് എന്തെങ്കിലും പറ്റുകയോ ഒരു ഭാഗം തളർന്നു പോവുകയും ചെയ്താൽ അത് വലിയ പാപമാണ്. എന്തോന്ന്? ഇത് കേൾക്കുമ്പോ അമ്മയ്ക്കും ശ്രീജയ്ക്കും ചിരി വരും. വേദ പറയും, അതായത് വേറെ ദോഷമുള്ളതായിട്ടൊന്നും എനിക്കറിയില്ല. നന്ദിനിയെടുത്തി ഇതില്ലാതെ വേറെ കുഴപ്പമുള്ളതായിട്ട് എനിക്കറിയില്ല. വേണമെങ്കിൽ നന്ദിനിയെടുത്തിക്ക് ദോഷവും പാപവും ഒക്കെ ആരോപിക്കാം, എനിക്കൊരു കുഴപ്പമില്ല. വീണ എണ്ണ തുടച്ചു കളയാ, വിളക്ക് വൃത്തിയാക്കുക, പുതിയ തിരിയിട്ട് കത്തിക്കുക. അറിയുന്നവർക്ക് വേണമെങ്കിൽ ഒരു ക്ഷമാപണ മന്ത്രം ചൊല്ലാം, അതെങ്ങനെയാണ് എന്ന് പറഞ്ഞ് വേദത് അവിടുന്ന് ജപിക്കണേ. ശേഷം പറയും, ഇനി അറിയില്ലെങ്കിൽ ദൈവമേ അറിയാതെ പറ്റിയതാണ്, പൊറുക്കുക. അങ്ങനെ ഒറ്റ വാക്ക്, കാര്യം കഴിഞ്ഞു. അമ്മ പറഞ്ഞതുപോലെ വലിയ കാര്യമാക്കണ്ട, ഏട്ടത്തി ചെല്ല്, ഞാനിത് വൃത്തിയാക്കട്ടെ. പിന്നെ ഈ നോട്ടം ഉണ്ടല്ലോ, ഇപ്പൊ ഇങ്ങനെ കോടി പോലെ നിൽക്കുന്നതിന് പകരം ത്രിസന്ധിക്ക് നല്ല സന്തോഷത്തിൽ നിൽക്കുന്ന ഐശ്വര്യം കൂടും. ശേഷം ശ്രീചേർത്തിയുടെ വിളക്ക് ക്ലീൻ ചെയ്യാനുള്ള ഒരു തുണി എടുത്തിട്ട് വരാൻ പറയും. നന്ദിനി അവിടുന്ന് കുറുമ്പ് കാണിച്ച് പോവാ. തിരിയൊക്കെ എടുത്ത് കളഞ്ഞ് വിളക്കും എടുത്ത് വേദാത്തേക്ക് പോകും. അങ്ങനെ ശേഷം പിന്നീട് കളിക്കുന്നത് ഒരു സ്ഥലത്ത് കുറച്ച് ബലൂൺസ് ഒക്കെ ഇങ്ങനെ വീർപ്പിച്ച് വെച്ചിട്ടുണ്ട്, വെള്ളം നിറച്ചിട്ട്. കുറച്ച് ആൾക്കാരും ഇരിക്കുന്നുണ്ട്. ആ വളവ് കഴിഞ്ഞ് അവൻ വരുന്നത്
അവൻ തിരിഞ്ഞ് ദാ ആ വീടിന് മുന്നെത്തുമ്പോഴേക്കും ഈ പന്നിപ്പടക്കം എറിഞ്ഞ് അവനെ പേടിപ്പിക്കണം. അവൻ വണ്ടി നിർത്തും. പിന്നെ ഒരു സെക്കൻഡ് പോലും വെയിറ്റ് ചെയ്യരുത്. അത് വാട്ടർ ബലൂൺ ആണെങ്കിലും അതിൽ നിറച്ചിരിക്കുന്നത് മദ്യമാണ് കേട്ടോ. അവര് പറയും ഈ മദ്യം നിറച്ച ബലൂൺ അവന്റെ ദേഹത്തേക്ക് വലിച്ചെറിയണം. ചെറിയ തുളയിട്ട് വലിച്ചെറിഞ്ഞാല് അവന്റെ ദേഹത്ത് വീണ് പൊട്ടിക്കണം. അവന്റെ ദേഹത്ത് മദ്യം വീണെന്ന് ഉറപ്പ് വരും വരെ എറിയണം. ആ സമയം ഞാൻ അവന്റെ മുന്നിലേക്ക് ഇറങ്ങി ഓടും. പിന്നാലെ അവൻ വരുന്നുള്ള കാര്യം ഉറപ്പാ. ആ സമയം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടണം. ഒരാൾ പോലും അവന് മുഖം കൊടുക്കരുത്. അപ്പൊ ഒരാൾ വയ്ക്കും എന്താ പരിപാടി എന്നിട്ട് അതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തോളാം. നിങ്ങൾ സ്പോട്ടിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രം മതി. ഓക്കെ. അങ്ങനെ അവര് വിക്രത്തിനെ കൊടുക്കാനുള്ള ചില പദ്ധതി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും അവരുടെ സ്ഥാനത്ത് പോയി നിൽക്കും. അല്പസമയം കഴിയുമ്പോ വിക്രം ബൈക്കില് ആ വളവ് തിരിഞ്ഞു വരിക. വരവ് കാണുമ്പോ തന്നെ ആ പന്നിപ്പടക്കം എറിഞ്ഞ് ആദ്യം പൊട്ടിക്കും. പെട്ടെന്ന് മുന്നിലേക്കൊരു പടക്കം പൊട്ടുന്ന കാണുമ്പോ വിക്രം പേടിച്ച് വണ്ടി നിർത്തുകയാണ്. ശേഷം അവര് പറഞ്ഞതുപോലെ തന്നെ വണ്ടി നിർത്തുമ്പോ എല്ലാവരും കൂടെ ആ മദ്യൊഴിച്ച ബലൂണ് വിക്രത്തിന് ദേഹത്തെറിഞ്ഞ് പൊട്ടിക്കുക. വിക്രത്തിന് ഇത് തടയാൻ പറ്റുന്നില്ല. അങ്ങനെ അവന്മാര് പറഞ്ഞ പോലെ ഒരുത്തൻ മുന്നോട്ട് ഓടുമ്പോ ബാക്കി എല്ലാവരും പിറകോട്ട് ഓടും. മുന്നോട്ട് ഓടുന്നവന്റെ പിന്നാലെ നിക്കട അവിടെ എന്ന് പറഞ്ഞ് വിക്രം ഓടണേ. അവനാണെങ്കിൽ നേരെ രമ്യയുടെ വീട്ടിലേക്ക് ഓടിക്കയറും. വിക്രം പിന്നാലെ ഓടി ആ വീട്ടിൽ കയറാണ്. വിക്രം ഓടിക്കഴിഞ്ഞ ഉടൻ തന്നെ അതിന്റെ അകത്ത് ലൈറ്റ് ഓഫ് ചെയ്യും. മുഴുവൻ ലൈറ്റ് ഓഫ് ചെയ്യാണ്. വിക്രം ഇരുട്ടിലോ ഒന്നും മനസ്സിലാവുന്നില്ല. അടുത്ത് കാണുന്ന ആളെ കയറി അങ്ങ് പിടിക്കും. വാപ്പ് ഒത്തി വെക്കുമ്പോഴായിരിക്കും രമ്യയുടെ ശബ്ദം. രമ്യ പേടിച്ച് വിക്രത്തെ തള്ളി മാറ്റി പുറത്തേക്ക് ഓടുകയാണ്. എന്നിട്ട് ആ ഡോറങ്ങ് ലോക്ക് ചെയ്യും. വിക്രം പറയും രമ്യ ഇത് ഞാനാണ്. ഷോ ആള് മാറിപ്പോയി. വാതിലോർക്ക് ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാൻ പറയുന്നേക്ക് പ്ലീസ് എന്ന് പറയുന്നുണ്ടെങ്കിലും രമ്യ അവിടുന്ന് ഓടിപ്പോയിട്ടുണ്ട്. വിക്രമാണെങ്കിൽ ഷേ എന്ന് പറഞ്ഞ് തലയിലും കൈവച്ചങ്ങനെ നിൽക്കുക. ഈ സമയം രമ്യ പുറത്തേക്ക് ഓടിയിട്ട് നാട്ടുകാരെ ഓടി വരുന്ന വീട്ടില് കള്ളം കയറി എന്ന് വിളിച്ചു പറയാ. അപ്പൊ ഒരു ഓട്ടോറിക്ഷ അങ്ങോട്ട് വരും. നോക്കുമ്പോ അത് രാധയാണ്. എന്താ സംഭവം? അത് വീട്ടിലൊരു കള്ളം കയറി എന്നിട്ട് എന്നെ കയറി പിടിച്ചു. രാധ വയ്ക്കും എന്നിട്ട് എവിടെ? രമ്യ പറയും ദാ അവിടെ ഞാൻ പൂട്ടിയിട്ടിട്ടുണ്ട്. നാട്ടുകാരെ ഓടി വരണേ എന്നിങ്ങനെ രമ്യ ഉച്ചത്തിൽ കരഞ്ഞു വിളിക്കുമ്പോ ഈ ശബ്ദം കേട്ട് ആദ്യം ഓടി വരുന്നത് നന്ദിനിയടുത്തെയാണ്. പുറത്തേക്ക് ഇറങ്ങി ഒന്നുകൂടെ ശ്രദ്ധിക്കാണ്. അപ്പോഴും രമ്യ ഇങ്ങനെ കള്ളം കയറിന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോ നന്ദിനി അകത്തേക്ക് തന്നെ ഓടിപ്പോകും. അപ്പോഴേക്ക് അച്ഛനും അമ്മയും വേദയും ഓടി വരും. കാര്യം ചോദിക്കുമ്പോ ദാ പുതിയ പെണ്ണിന്റെ വീട്ടിൽ കള്ളം കയറിയെന്ന് റോഡിലിറങ്ങി വിളിച്ചു പോകുന്നുണ്ട്. എന്താണെന്ന് നോക്കണല്ലോ എന്ന് പറഞ്ഞ് മാഷും അപ്പോഴേക്കും ശ്രീചേട്ടത്തിയും വിഷുവും ഒക്കെ വരും. അങ്ങനെ എല്ലാവരും കൂടെ മാഷ കൂടെ ആ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ അമ്മയും അച്ഛനും കൂടെ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോ നന്ദിനി പറയും വാ പോവാം, നമുക്കും കാണാം, ലൈവായി കള്ളനെ പിടിക്കുന്നത് കാണാം. വേദ പറയും അച്ഛമ്മ ഉണ്ടായിരുന്നെങ്കില് എല്ലാം ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ ഇട്ടായിരുന്നേനെ. ശ്രീചേട്ടത്തി വിഷത്തോട് വരാൻ പറയുമ്പോ വിഷം പറയും ഞാനില്ല, വല്ല കത്തിയോ മറ്റോ കാണും. അങ്ങനെ വേദയും നന്ദിനിയും കൂടെ പോവാണേ. ശ്രീചേട്ടത്തി പോകുന്നില്ല പേടിച്ചിട്ട്. ഇതേ സമയം രമ്യ ഒച്ച വെച്ച് വിളിച്ചിട്ടും ആരെയും കാണാതാവുമ്പോ രാധയോട് ചോദിക്കും ഈ നാട്ടുകാരെന്താ ഒരാള് വിളിച്ചാല് സഹായത്തിന് വരില്ലേ? ഇയാളൊരു കാര്യം ചെയ്യേ, ഞാനേ വിക്രത്തിന്റെ വീട്ടില് മാഷുണ്ടോ നോക്കിട്ട് വരാം എന്നൊക്കെ പറയുന്നിടത്താണ് ഈ ഭാഗം കഴിയുന്നത്. ശേഷം പിന്നീട് കാണിക്കുന്നത് നെക്സ്റ്റ് പ്രൊമോ ആണ്. ഇതിലെ പോലീസുകാർ വരുമ്പോ വിക്രം ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോഴേക്കും വേദയും അമ്മയും അച്ഛനും നന്ദിനിയും എല്ലാവരും അവിടെ വന്ന് നിൽപ്പുണ്ട്. കൂടാതെ കുറച്ച് നാട്ടുകാരും ഉണ്ട്. അങ്ങനെ പോലീസ് വന്നിരുമ്പോ രമ്യ പറയും ഞാൻ കള്ളനെ വീടിനകത്ത് പൂട്ടിയിട്ടിട്ടുണ്ട്. അങ്ങനെ പോലീസുകാര് അകത്ത് കയറി കഥക് തുറക്കണേ. ലൈറ്റ് ഇടുന്നതും വിക്രത്തെ കാണുമ്പോ ഹോ നീയായിരുന്നോ? ഞാൻ അതല്ല സാർ എന്ന് പറഞ്ഞ് വിക്രം കാര്യം പറയുന്നുണ്ടെങ്കിലും അവരത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ വിക്രമിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അവര് പുറത്തേക്ക് വരാണേ. ഈ വിക്രത്തിനെ കാണുമ്പോ എല്ലാവരും ഞെട്ടും. രമ്യ പുറത്തു വെച്ച് കാണുമ്പോ എന്തൊരു മാന്യനായിരുന്നു, എന്നിട്ട് ഇതാണോ കയ്യിലിരിപ്പ്? അങ്ങനെ പോലീസുകാരെ വിക്രത്തെ അവിടെ നിന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് പോകുമ്പോ വേദ ഇടപെടണേ. വിക്രത്തിനെ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, പക്ഷേ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് വിക്രത്തിന് എന്താ പറയാനുള്ളതെന്ന് പറയട്ടെ. പിന്നീട് കാണിക്കുന്നത് മാഷ് അവരോട് പറയണേ നിങ്ങൾക്ക് അവനെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് അവര് പോലീസുകാര് വിക്രത്തെ കൊണ്ടുപോകുമ്പോ അമ്മ ആ വീട്ടുപടിക്കലിരുന്ന് പൊട്ടിക്കറിയാണ്. വിക്രം എന്ന് വിളിച്ചുകൊണ്ട് രാധയും വേദയും അതുപോലെ നന്ദിനിയും അടുത്ത് തന്നെയുണ്ട്. അമ്മ ഇങ്ങനെ കരയുന്നൊക്കെയാണ് ഈ പ്രൊമോയുടെ അവസാനമുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്